ഒരു ഒന്നൊന്നര ഷോട്ട് കൊണ്ട് വൈറലായി മാറിയ ചൊക്ലി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് രമ്യ ടീച്ചറാണ് നമ്മളോടൊപ്പം ഉള്ളത്. ടീച്ചറെ, ഗംഭീര ഷോട്ട്, ഗംഭീരമായി വീഡിയോ അങ്ങ് വൈറലുമായി. ഓക്കെ, അത് കണ്ടു, ഇന്നലെ മുതലേ കണ്ടു. സന്തോഷം. പല ദിക്കുന്ന ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. പല ദിക്കുന്ന ആളുകൾ വിളിച്ചിട്ടുണ്ട്. അതിലേറെ സന്തോഷം. ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റിൻ്റെ പണി ക്രിക്കറ്റ് കളിയാണോ എന്നുള്ള കമൻറ്റ് ഉൾപ്പെടെ അതിനകത്ത് വന്നു. ക്രിക്കറ്റ് കളി പണ്ടേ ഒരു പാഷനായിരുന്നു. കളിക്കാറില്ല. ക്രിക്കറ്റ് സാധാരണ നമ്മളെ കുട്ടികളുമായിട്ട് കുട്ടിക്കാലത്ത് കളിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പ്രൊഫഷണൽ കളിയൊന്നും പഠിച്ചിട്ടില്ല. ഏതായാലും PRNSS വെച്ചിട്ട് സോഫ്റ്റ് ബോൾ കളിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് പ്ലെയർ ആയിരുന്നു അതിൽ. അത് അവിടെ വെച്ച് കളിച്ചതാണ്. ബാറ്റിങ്ങിൽ ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട്. അത് എല്ലാ കമന്റിലും കണ്ട് സന്തോഷം. നിങ്ങളാണ് ആ വൈറൽ വീഡിയോ എടുത്തതല്ലേ? ഇങ്ങനെ കൃത്യമായിട്ട് ഈ ഷോട്ട് കിട്ടുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. ഇല്ല, അവർ കളിക്കുന്ന ഉറപ്പാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുമ്പിട്ട് നമ്മളെല്ലാ പരിപാടികളിലും മറ്റേ ഫുട്ബോൾ ആയിക്കോട്ടെ, ഷട്ടിൽ ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ പരിപാടിക്കും ടീച്ചർ നല്ലോണം എന്താ പറയുക നമ്മുടെ കൂടെ ഉണ്ടാകലുണ്ട്. പിന്നെ നല്ല രീതിയിൽ ഉദ്ഘാടനം നടത്തലുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ എല്ലാവരും ഈ ഉദ്ഘാടനം നടത്താൻ ഫുട്ബോൾ തട്ടുന്നതാണെങ്കിലും അങ്ങ് സക്സസ് ആവാറില്ല പലപ്പോഴും. ഇത് യാദൃശ്ചികമായിട്ടാണ് അല്ലെങ്കിൽ സ്ഥിരം കളിക്കുന്നത് തന്നെയാണ്? സ്ഥിരമായിട്ട് അങ്ങനെ ഉണ്ടാവില്ല. കേരളോത്സവം ഉദ്ഘാടനം ചെയ്യുമ്പോൾ മറ്റ് ആളുകളെ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെ വെച്ചിട്ട് തന്നെയാണ് ചെയ്യാറ്. പ്രസിഡന്റ് വെച്ചിട്ടാണ് ചെയ്യൽ. അപ്പോൾ എല്ലാ കൊല്ലവും ഇങ്ങനെ ചെയ്യലുണ്ട്. പക്ഷേ അങ്ങനെ PRNSS സോഫ്റ്റ് ബോൾ ക്യാപ്റ്റനാ അല്ലെ? ക്യാപ്റ്റനായിരുന്നു. അതുപോലെ തന്നെ സ്റ്റേറ്റ് പ്ലെയറും കൂടിയായിരുന്നു. ക്രിക്കറ്റ് പക്ഷേ അങ്ങനെ ക്രിക്കറ്റ് കളിച്ചിട്ടില്ല. ഇല്ല. അങ്ങനെ ഒരു ഹരത്തിന് സ്പോർട്സ് എല്ലാ ഐറ്റവും എനിക്കിഷ്ടമാണ്. B.Ed പഠിക്കുന്ന സമയത്ത് വോളിബോൾ കളിച്ചിട്ടുണ്ട്, ടേബിൾ ടെന്നീസ് കളിച്ചിട്ടുണ്ട്. ഇതെല്ലാം കളിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ലെവലിൽ എത്തിയിട്ടുണ്ട്. അതെല്ലാം പഞ്ചായത്തിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോർട്സിനോട് താല്പര്യമുള്ള ആളാകുമ്പോൾ എന്തായാലും കുറേ സ്പോർട്സിന് വേണ്ടി ഒരു അധികം താല്പര്യം ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ സ്പോർട്സിൻ്റെ സ്പോർട്സ് കൗൺസിൽ ഉണ്ടല്ലോ പഞ്ചായത്തിൻ്റെ കീഴിൽ. അപ്പോൾ അതിൻ്റെ ഈ അണ്ടറിൽ നമ്മൾ സമഗ്ര കായിക വികസനം എന്നുള്ള പദ്ധതി വെച്ചുകൊണ്ട് ഈ ചൊക്ലി ഗ്രാമപഞ്ചായത്തിലും അതുപോലെ തന്നെ സ്പോർട്സ് താല്പര്യമുള്ള കുട്ടികളെ വളർത്തിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള പരിശീലനം നടത്തി വരുന്നുണ്ട് ഇപ്പോഴും. വോളിബോളായാലും ബാഡ്മിൻ്റൺ, സെപ്പത്താക്രോ പോലുള്ള വിവിധങ്ങളായിട്ടുള്ള സ്പോർട്സ് ഐറ്റം നമ്മൾ പരിശീലനം കൊടുക്കുന്നുണ്ട്. നിലവിൽ അതിൽ മികച്ച പ്രകടനവും കാഴ്ചവെച്ചിട്ടുണ്ട്. ഇപ്പോൾ അനഘേന അറിയില്ലേ, നമ്മളെ ഇന്ത്യൻ പ്ലെയറായിട്ട് മാറിയിട്ടുണ്ട് വോളിബോളിൽ. അപ്പോൾ അവരെല്ലാം ഇവിടെയുള്ള ഇതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന താരങ്ങളാണ്. ഈ വീഡിയോ കണ്ടപ്പോൾ സാധാരണ ഇതിലിപ്പോൾ നിയമസഭാ സ്പീക്കറൊക്കെയാണ് ഇതാദ്യം ഈ ഫേസ്ബുക്കിലൊക്കെ പങ്കുവെച്ചത്. അങ്ങനെ കുറേ ആൾക്കാർ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വിളിച്ചിട്ടുണ്ട്. സ്പീക്കർ വിളിച്ചു? സ്പീക്കർ വിളിച്ചിട്ടുണ്ട്. സ്പീക്കറെ എപ്പോഴും കാണുന്ന നമ്മളെ അപ്പോൾ അതിൽ സന്തോഷം. ആരെങ്കിലും അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾ വിളിച്ചിട്ടുണ്ട്. ഇന്നലെ 12:30 വരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഫോണിന് റെസ്റ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 11 മണിയൊക്കെ വരെ ഉണ്ടാവും. 12 മണിയിലേക്ക് കടന്നിട്ടില്ലേ ഇതുവരെ, പക്ഷേ ഇത് അതിലേക്കും കടന്നു. ഈ പറയുന്ന പോലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇത്രയും നന്നായിട്ട് കളിക്കാൻ വേണ്ടി കഴിയുകയോ എന്നുള്ളൊരു ആശങ്ക പലപ്പോഴും ഉണ്ട്. പക്ഷേ നമ്മുടെ ഒരു പാഷൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ഉത്തരവാദിത്വം അതിന് തടസ്സമാവില്ല. ഇല്ല, അത് നമ്മളെ മനസ്സാണ് അതിനെ തീരുമാനിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യണമെന്നും. അതോടൊപ്പം നമുക്കിപ്പം സ്പിരിറ്റ് ഉണ്ടെങ്കിൽ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് എൻ്റെ കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. എന്നാലും എൻ്റെ ടീച്ചർ എങ്ങനെ അടിച്ചു എന്നുള്ളതാണ് ഇപ്പോഴും വീര ഷോട്ടായിരുന്നു. പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കളിക്കാരൻ കളിക്കുന്ന പോലെ ഒരു അത്രയും അതിൻ്റെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൊഫഷണൽ ടച്ചാണത്. അത് നേരത്തെ TV ഒക്കെ ക്രിക്കറ്റ് മത്സരങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ളിൽ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം. ഗംഭീരായി. ഓക്കെ, താങ്ക് യു. നാട്ടുകാരിയായിട്ടുള്ളൊരു പഞ്ചായത്ത് പ്രസിഡന്റ് വൈറലായ സന്തോഷമൊക്കെയാണ് നിങ്ങൾക്ക്? അതെ, വളരെ സന്തോഷം തന്നെ. ഇത് എൻ്റെ അനിയത്തി തന്നെയാണ്. അപ്പോൾ നല്ല എന്താ പറയുക, ഇപ്പം മന്ത്രി ഇട്ടു നമ്മളെ ഇതുപോലൊരു ഉദ്ഘാടന സ്വപ്നങ്ങളിൽ മാത്രം. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതുപോലൊരു പ്രസിഡൻറ്റിന് ഇനി കിട്ടുമെന്നറിയില്ല. അതും ഒരു സ്വപ്നം തന്നെയായിരിക്കും. ഏത് മേഖലയിലെടുത്ത് നോക്കിയാലും നല്ല രീതിയിൽ. ഈ മേഖലയിൽ മാത്രമല്ല, ഇതിപ്പോൾ വീഡിയോ വൈറലായതുകൊണ്ട് മാത്രമാണ് പ്രസിഡന്റ് ശ്രദ്ധിക്കുക. മറ്റു പല ശ്രദ്ധിക്കപ്പെടാത്ത മേഖലയും ഏത് മേഖലയിലായാലും നല്ല മേഖലയിലും ടീച്ചർ ഉയർന്ന കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പിന്നെ മുന്നിൽ തന്നെ നിന്നിട്ട് നമ്മളിപ്പോൾ സ്കൂൾ കലോത്സവമായി കഴിഞ്ഞാലും എന്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അവരെ ഒന്നുമില്ലെങ്കിൽ
നമുക്ക് ആരും കാണാത്ത മേഖലയാണ് മറ്റേ പാത്രം കഴുകുക എന്നത്. അതുവരെ ടീച്ചർ അത് ചെയ്യലുണ്ട്. അതാണ് നമ്മളെ കൂടെ, ഞാൻ പ്രസിഡന്റ് എന്നല്ല, നമ്മളെ ഒരു പെങ്ങള് ഏച്ചിയിലായിട്ട് നമ്മളെ കൂടെയുള്ള ഒരാൾ. ഇതൊരു ജനകീയ പ്രസിഡന്റ് കൂടിയാണെന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ ടീച്ചറുടെ ഈ ഗംഭീരമായിട്ടുള്ള ഒരു ഷോട്ട്, ആ ഷോട്ട് അതിഭീകരമായ രീതിയിലാണ് വൈറലായത്. നിരവധിയായിട്ടുള്ള നേതാക്കൾ, പ്രമുഖരായിട്ടുള്ള വ്യക്തികളെല്ലാം ആ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. വാർത്താ ചാനലുകളും അതങ്ങനെ കത്തിക്കേറുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് നിമേഷ് ചെറുവശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.